ഹായ് ഗൈസ്, ഞാനിന്ന് കുറച്ച് ടിപ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ പണികൾ ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐഡിയകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഉള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ചെറിയ ഉള്ളി കച്ചവെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ചെറു ചൂടുവെള്ളത്തിലാണ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് തൊലിയോടുകൂടി ഇട്ട് വെക്കുകയാണ്. തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി വെള്ളത്തിൽ നിന്ന്. അപ്പം നമുക്കിത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് നോക്കി വെക്കാം കേട്ടോ. അങ്ങനെ 2 ഉള്ളികളും വെള്ളത്തിൽ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മിക്സിൻ്റെ ജാറ് അതിൻ്റെ ഈ സൈഡിലുള്ള ചളിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു പിന്ന് വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചളിയൊക്കെ പോരും കേട്ടോ. ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പിന്നെ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടിയെടുത്താൽ അതിൻ്റെ ചളിയൊക്കെ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ജാറിൻ്റെ ബ്ലേഡ് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഗുളിക ഗുളികൻ്റെ പാക്കറ്റ് ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യണോണ്ട് ഈ കത്രികൻ്റെ മൂർച്ചയും കൂടി കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ജാറിലേക്ക് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ആ കത്രികൻ്റെ മൂർച്ചയും ഇതുകൊണ്ട് കൂട്ടാൻ പറ്റും. എന്നിട്ട് ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ഇതുകൾ ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ പൊടിങ്ങി കിട്ടും. അപ്പോൾ ഈ സമയത്ത് മിക്സി നല്ലോണം ക്ലീനായി കിട്ടുകയും ചെയ്യും. അതുപോലെ അതിൻ്റെ ബ്ലേഡ് നല്ല മൂർച്ച കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ടിപ്പാണ്. അപ്പം നമ്മുടെ ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചത് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം അതിൻ്റെ തൊലിയൊക്കെ കണ്ടോ, നല്ലോണം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ തൊലി പറ്റെ വേറിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തൊലി വേറിട്ടിട്ടാണ് കിട്ടുന്നത്. പിന്നെ ചിലതൊക്കെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ അതിൻ്റെ തൊലി പോരും. അപ്പോൾ സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെളുത്തുള്ളിൻ്റെ തൊലിയാണ്. അപ്പോൾ വെളുത്തുള്ളി ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ട് തൊലിച്ചെടുക്കാം. നമുക്ക് കത്തിയൊന്നും ആവശ്യമില്ല. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഞൗണ്ടി കൊടുത്താൽ മതി. അപ്പം തന്നെ അതിൻ്റെ തൊലി പോരും കേട്ടോ. അത് ചൂടുവെള്ളത്തിൽ ഇട്ട് കൂടി ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ ചെറിയ ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് കയ്പ്പക്കൻ്റെ കയ്പ്പ് കുറയാനുള്ളതാണ്. കയ്പ്പക്ക ഉപ്പേരി വെക്കുമ്പോൾ നല്ല കയ്പ്പുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ കയ്പ്പക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ചേർക്കുക. ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ. പിന്നെ അതിലേക്കുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞെടുക്കുക. ഇഞ്ചി തൊലി കളയാൻ കത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ കഷ്ണം പോവാതെ തൊലി മാത്രമായിട്ട് പോരും. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഇഞ്ചി കഷ്ണമാക്കിയിട്ട് 2 കഷ്ണം ഈ കയ്പ്പക്കയിലിട്ടിട്ട് വേവിച്ചാൽ കയ്പ്പക്കൻ്റെ കയ്പ്പ് കുറയും കേട്ടോ. കയ്പ്പ് ഫുള്ളായിട്ട് പോകുമൊന്നുമില്ല. കയ്പ്പക്ക ആയതുകൊണ്ട് ചെറിയൊരു കയ്പ്പ് എന്തായാലും ഉണ്ടാവും. പക്ഷേ കയ്പ്പ് കുറയാൻ ഇത് ഉപകാരമാവും. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ഇത് തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഇടുന്നതിൻ്റെ മുന്നേ
അവിടെ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഏത് ഓയിലും ആക്കി കൊടുക്കുക. എന്നിട്ട് വിസിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചാൽ തിളച്ച് പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ കത്തി മുറിച്ച് കൂട്ടാൻ ഒരു മുറിച്ച് കൂട്ടുന്ന സംഭവം ആവശ്യമില്ല. ഇതുപോലൊരു ഗ്ലാസ് മാത്രം മതിട്ടോ നമുക്ക്. സെറാമിക്കിൻ്റെ ഒരു ഗ്ലാസ്സാണ്. അതിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കത്തി ഒരുതി കൊടുത്താൽ മതി. കത്തിക്ക് നല്ല മൂർച്ചയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ കത്തി നല്ല മൂർച്ചയായി വന്നിട്ടുണ്ട്. കൈമ തട്ടണൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നമ്മളുടെ മുഖമൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് എൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ്. അപ്പോൾ അവനത് വന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളുടെ വീട്ടിലുള്ള റോസാപ്പൂ മാത്രം മതിട്ടോ അതിന്. ഒരു റോസാപ്പൂ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ 3 റോസാപ്പൂ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കലുകളും ക്രീമുകളും ഒന്നും മുഖത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. ആവശ്യം ഉണ്ടാകുമ്പോൾ മുഖത്ത് തേക്കുക. ആവശ്യം ഉണ്ടാകുമ്പോൾ അല്ല, ഡെയിലി രാത്രി മുഖത്ത് തേച്ചിട്ട് കിടക്കുക. രാവിലെ കഴുകിക്കളയുക. അപ്പോൾ മുഖം വെട്ടിത്തിളങ്ങും കേട്ടോ. സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്ത ഐഡിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗ്ലാസ് നിറച്ച് അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അളവ്. 1/2 ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു കൊടുത്തത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് 1 ഗ്ലാസ് എതെല്ലാം കിട്ടിയിട്ടുണ്ട്. 2 ഗ്ലാസ്ക്ക് ആക്കി. പക്ഷേ അത് 1 ഗ്ലാസ് ശരിക്കും ഇട്ടപ്പോൾ 1 ഗ്ലാസ്സിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. കുത്തി നിറക്കാനൊന്നും പാടില്ല. അങ്ങനെ കൊള്ളുന്ന പോലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു റോസാപ്പൂവിൻ്റെ ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടി ഒന്നിച്ച് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. ഇതിലൊക്കെ നന്നായിട്ട് കൈവച്ചൊന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ റോസാപ്പൂവിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. എതിളിൻ്റെ കളറ് വെള്ളത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. വെള്ളം ഒരു ലൈറ്റ് പച്ച കളറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ എതിളിൻ്റെ കളറൊക്കെ മാറി വരും. ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ റോസാപ്പൂവിൻ്റെ കളറും വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫാക്കി കൊടുത്തു. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഈ അതിൽ ഒഴിവാക്കാം. എന്നിട്ട് ഈ വെള്ളം തണുത്ത് കഴിഞ്ഞാൽ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ.